നീ എന്ത് ജോലിക്ക് പോഞ്ഞ്? നിന്നോടാ ചോദിച്ചത്. നിനക്കറിയാവുന്ന കാര്യമല്ലേ? എടാ അമ്മയ്ക്ക് വേണ്ടി നിനക്കൊന്ന് പോയിക്കൂടെ? ഒരു കാര്യം ചെയ്യ്, ആ ജോലി നിനക്കാൻ മേടിച്ചു തരാം. നീ പോണം. എന്താ നീ പോണില്ലേ? അതിനകത്ത് നിനക്ക് പോകാൻ പാടില്ല, ഞാൻ പോകണം. എടാ പ്രവേശന പീരീഡ് വരുന്നത് 3 മാസം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നോ ക്യാഷ് ലീവ്സ്. എനിക്ക് എന്തെങ്കിലും ഷൂട്ട് വന്നാലോ? നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഷൂട്ട് വന്നാൽ എന്ത് ചെയ്യും? ഇത് മൊത്തം ഒരു കാരണമില്ലാതെ അവർക്ക് തന്നെ പറഞ്ഞു വിടാൻ പറ്റും. ഇത് മൊത്തം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ കടന്നുണ്ടാക്കല്ലേ? എടാ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. അതെനിക്ക് മനസ്സിലായി. മറ്റാരെക്കാളും എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ? അമ്മയെ വിളിച്ചിട്ട് ഞാനെന്താ ചെയ്യുക? അല്ല, ഈ പറച്ചിൽ കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഡീൽ ചെയ്യുന്നത് നീയാണെന്ന്. അത് വേണ്ട. എടാ നിനക്ക് ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ? 4-5 മാസമായിട്ട് നമ്മളിങ്ങനെ വാടക കൊടുത്തിട്ടില്ല. പിന്നെ ആ സുരേഷ് ഏട്ടൻ ഒരു കലാകാരനായിട്ട് മാത്രം നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. ഈ മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ലടാ. എടാ നമ്മളൊരു ഡയറക്ടറിനെ കണ്ടതല്ലേ? പുള്ളി എല്ലാ കാര്യം ഓക്കെ പറഞ്ഞല്ലേ? നീ എന്തിനു കിടന്ന് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. പുള്ളി എല്ലാ കാര്യം ഓക്കെ പറഞ്ഞതല്ലേ? എടാ ജീവിതകാലം മുഴുവൻ പഠിക്കുവാനല്ല ഞാൻ നമ്മൾ പറയുന്നത്. ആ വെയിറ്റിംഗ് പീരീഡ് വരെ നിങ്ങൾക്ക് പോയിക്കൂടെ? എന്തു പറഞ്ഞാലും അവസാനം ഈ ജോലിക്കാരത്തിൽ നിൽക്കുന്നത് എന്തിനാ നീ? അല്ല നീ എന്താ ജോലിക്ക് പോവാത്തെ? എന്നോട് ദേഷ്യപ്പെട്ടെന്താ കാര്യം? ദേഷ്യപ്പെട്ടിരുന്ന അരി കേടാത്തൊന്നുമില്ല. പിന്നെ പണ്ട് പടങ്ങഞ്ഞിക്ക് വേണ്ടി നമ്മളോട് കുറെ പടക്കട്ടാ. ജീവിതകാലം മുഴുവൻ പടങ്ങി പിടിച്ചോണ്ടൊരു ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ആണല്ലേ? അന്ന് നീ ഒരു ജോലിക്ക് പോകും, കുറച്ച് കാശ് ഉണ്ടായിട്ടാ അരി മേടിച്ചാ ഞാൻ ഇങ്ങനെ നിനക്ക് വെച്ച് തരാം. അപ്പൊ നിനക്ക് പഴങ്ങഞ്ഞിയുടെ കടി അങ്ങ് മാറി തരും. ഒന്ന് പോടാ. ഒന്നും പറയാനില്ലേ? എടാ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമാണ് ശ്രുതി എന്നെ വിട്ടുപോയത്. അവളെങ്ങാനും നിന്റെ ലൈഫിലുണ്ടായിരുന്നേ അവള് മുടിഞ്ഞു പോകത്തുള്ളൂ. ലൈഫിൽ അൺകൺട്രോളബിൾ പ്രഷർ തന്നെ പട്ടി. പ്രഷർ തരുന്ന പട്ടി. നീ അധികം കയറി പിടിക്കുന്നുണ്ടാ പട്ടി. ഓഹോ, അപ്പൊ എനിക്ക് ശ്രുതിയുടെ കാര്യം എന്തിനാ എടുത്തിട്ട്? പിന്നെ നീ കാണുന്ന പെണ്ണുകളെക്കാളും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാ. പിന്നെ ഞങ്ങളുടെ ബ്രേക്കപ്പിന്റെ കാര്യം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഓ അന്നോ? എടാ നാറി, എടാ ഇവനെ ഓർത്തെങ്കിലും ഇവനെ കണ്ടിട്ട് എങ്ങനെയാണ് നീ എന്നോട് ജോലിക്ക് വന്നാലാണ് തോന്നുന്നത്? ഞാൻ മടുത്തടാ. ഞാനത് റിസൈഡ് ആകാൻ പോവാ. ഒരു ദിവസം എനിക്ക് മനസ്സമായിട്ട് ഉറങ്ങണം. ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർ കൂടി ഇവിടുന്ന് തൊങ്ങി കളിക്കാം. നീ എന്നാ കുറ്റമുള്ള കളി? ഞാൻ പോയി കളിക്കണം. അപ്പൊ ഇത് കഞ്ഞിയില്ലേ? നിനക്ക് നഞ്ഞി ഒന്ന് പോടാ. എടാ നാരി, എടാ അവൻ അപ്പം മടുത്തൊന്നല്ലേ? അവനോട് നിനക്ക് എങ്ങനെ പറയാൻ നിന്ന് കഞ്ഞി വെക്കാൻ? നീ പോയേക്ക്. അല്ല അത് പറ്റത്തില്ല. അറിയത്തില്ലല്ലോ പിന്നെ ഞാൻ വെക്കുന്നേ. അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഇനി ശ്രുതിയുടെ കാര്യം മിണ്ടല്ലോ. ആ നോക്കാം. നോക്കാം നോക്കാം എന്റെ പൊന്നോ.